ന്യൂസിലേക്ക് സ്വാഗതം. അട്ടപ്പാടിയിൽ മധു എന്ന യുവാവ് ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി കൊല ചെയ്യപ്പെട്ടിട്ട് 5 വർഷം പിന്നിടുന്നു. അന്ന് ആ സംഭവം ഉണ്ടായപ്പോൾ കേരളം ഒന്നടങ്കം തലകുനിച്ചതാണ്. അതുപോലൊരു ആൾക്കൂട്ട ആക്രമണം ഇനി ഉണ്ടാകില്ല എന്ന് നാം തീരുമാനമെടുത്തതാണ്. പക്ഷെ അതിനുശേഷവും നിരവധിയിടങ്ങളിൽ നിന്നും ആൾക്കൂട്ട മർദ്ദനങ്ങളുടെയും ആൾക്കൂട്ട കൊലപാതകങ്ങളുടെയും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മലപ്പുറത്തു നിന്നാണ് അതിദാരുണമായ സംഭവം കേട്ടത്. മലപ്പുറത്ത് ബീഹാർ സ്വദേശിയായ രാജേഷ് മാഞ്ചി എന്ന യുവാവിനെ ആൾക്കൂട്ടം ക്രൂരമായി കൊലപ്പെടുത്തിയത് മോഷണ കുറ്റം ആരോപിച്ചാണ്. അതായത് അട്ടപ്പാടിയിൽ നിന്ന് സമാനമായ മറ്റൊരു സംഭവം. ഈ വിഷയവും അതോടൊപ്പം ഷൊർണൂരിൽ കഴിഞ്ഞ രാത്രിയിൽ ഒരു യാത്രക്കാരന് ട്രെയിനിൽ വെച്ച് കുത്തേറ്റ കേസുമാണ് സ്പോട്ട് ലൈവ് ചർച്ച ചെയ്യുന്നത്. ആദ്യം പാലക്കാടേക്കാണ് പോകുന്നത്. പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ഈ ട്രെയിനിൽ വെച്ച് ഒരു യാത്രക്കാരന് മലപ്പുറം സ്വദേശി ദേവദാസിന് കുത്തേറ്റ സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ഓർമ്മ വന്നത് തൃശൂർ സ്വദേശിനിയായ സൗമ്യയുടെ മുഖമാണ്. സൗമ്യ ട്രെയിനിൽ വെച്ച് അക്രമിയുടെ ആക്രമണത്തിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ട സംഭവം. അതുപോലൊരു സംഭവം, അതായത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മദ്യപിച്ച് ട്രെയിനിൽ കയറിയ ഗുരുവായൂർ സ്വദേശിയായ അസീസ് എന്ന വ്യക്തി, അയാൾ സ്ത്രീകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ഇത് കണ്ടുനിന്ന സഹയാത്രക്കാർ ചോദ്യം ചെയ്തു. അതിൽ മുന്നിൽ നിന്നത് ദേവദാസ് ആയിരുന്നു, മലപ്പുറം സ്വദേശി. ആ ദേവദാസിനാണ് ആക്രമണത്തിൽ കുത്തേറ്റത്. അതായത് സൗമ്യയ്ക്ക് അന്ന് ദാരുണമായ സംഭവം സൗമ്യയ്ക്ക് നേരെ ഉണ്ടായപ്പോൾ അന്ന് ആരും മറ്റ് യാത്രക്കാരെല്ലാം കാഴ്ചക്കാരായി നിൽക്കുന്ന സംഭവമാണ് ഉണ്ടായതെങ്കിൽ ഇന്നലെ ഷൊർണൂരിൽ വെച്ച് മറ്റ് സഹയാത്രക്കാരികളായിട്ട് സ്ത്രീകൾക്ക് നേരെ ഒരക്രമിയുടെ, അതായത് അസഭ്യവർഷവും ആ യാത്രക്കാർക്ക് നേരെ മോശമായ പെരുമാറ്റവും ഉണ്ടായപ്പോൾ ദേവദാസ് അതിനെ ചോദ്യം ചെയ്യുന്നു. ആ ദേവദാസിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു, കുത്തേറ്റ സംഭവം ഉണ്ടാകുന്നു. പല രീതിയിലാണ് ആദ്യഘട്ടത്തിൽ വന്നതൊരു സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ആക്രമണം ഉണ്ടായതെന്നാണ്. ഏറ്റവും ഒടുവിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രസാദ്? ടോം, ഇന്നലെ രാത്രി 10:40 ഈ സംഭവം ഉണ്ടാകുന്നത്. എറണാകുളത്ത് നിന്നും അജ്മീറിലേക്ക് പോകുന്ന എക്സ്പ്രസ് ട്രെയിനിൽ അവിടെ നിന്നും തൃശ്ശൂരിൽ നിന്ന്, അതായത് ആലുവയിൽ നിന്നും തൃശ്ശൂരിലേക്കാണ് സിയാദ് എന്ന് പറയുന്ന പ്രതി യാത്ര ചെയ്തിരുന്നത്. അയാൾക്ക് തൃശ്ശൂർ ഇറങ്ങിയിരുന്നില്ല, പക്ഷേ തുടർന്നും അയാൾ യാത്ര ചെയ്യുന്നു. തൃശ്ശൂരിൽ നിന്നും പരപ്പനങ്ങാടിയിലേക്ക് അവിടെ നിന്ന് മറ്റൊരു ഈ അക്രമത്തിൽ പരിക്കേറ്റ ദേവദാസൻ, അയാളും അയാളുടെ സുഹൃത്തുക്കളും ഈ ട്രെയിനിൽ കയറുന്നുണ്ട്. ഇതിനുശേഷം ഈ ട്രെയിനിനിടെ ഈ ജനറൽ കമ്പാർട്ട്മെന്റ് വെച്ച് ഇയാൾ മദ്യപിച്ച സിയാദ് ആ കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുന്നു. അവരോട് അസഭ്യം പറയുകയും ഇവരുടെ അടുത്തേക്ക്, ഈ സ്ത്രീകളുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് ദേവദാസനും മറ്റ് ആ കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരും ഇയാളെ തടയുന്നത്. തുടർന്ന് വലിയ തോതിലുള്ള ഒരു വാക്കേറ്റം ഇവർ തമ്മിൽ ഉണ്ടാകുകയാണ്. ദേവദാസനും അതോടൊപ്പം തന്നെ പ്രതി സിയാദും തമ്മിൽ വലിയ വാക്കേറ്റം ഉണ്ടാകുന്നു. ഈ ട്രെയിൻ ഷൊർണൂരിലെത്തുന്നതിന് മുമ്പ് സിഗ്നൽ കാത്ത് അല്പസമയം ട്രെയിൻ സ്റ്റേഷനിൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് പ്രതി സിയാദ് ട്രെയിനിൽ നിന്നും ഇറങ്ങി ട്രാക്കിന് സമീപത്തുണ്ടായിരുന്ന ഒരു ബിയർ കുപ്പി അതെടുത്ത് പൊട്ടിച്ച് തിരിച്ച് അതേ കമ്പാർട്ട്മെന്റിൽ കയറുന്നു. അതിൽ കയറിയ ശേഷം വീണ്ടും ഈ ദേവദാസനുമായി വാക്കേറ്റം ഉണ്ടാകുകയും ദേവദാസനെ കുത്തുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ദേവദാസിന്റെ കഴുത്തിന് നേരെയാണ് കുത്താൻ ശ്രമിച്ചത്. പക്ഷേ അത് തടുക്കുകയും ഈ മുഖത്ത് 3 കുത്തേറ്റു. അതിന്റെ കണ്ണിന് തൊട്ട് താഴെ ഇയാൾക്ക് ഗുരുതരമായ രീതിയിൽ മുറിവേൽക്കുന്നു. പിന്നീട് ഈ പ്രതിയെ ഓടിച്ചിട്ട് റെയിൽവേ പോലീസും RPF എല്ലാം തന്നെ ചേർന്ന് പിടികൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ദേവദാസനെ അപ്പോൾ തന്നെ ഷൊർണൂരിലുള്ള വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കമ്പാർട്ട്മെന്റിൽ ഇത്തരം, അതായത് ഈ മദ്യപിച്ച് വലിയ തോതിൽ ഇപ്പോൾ ഈ അറസ്റ്റിലായിട്ടുള്ള സിയാദിനെതിരെ നിരവധി കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് റെയിൽവേ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. 8ഓളം കേസുകൾ അയാൾ ഗുരുവായൂരിലും അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലും ഇതേപോലെ തന്നെ മദ്യപിച്ച് ആളുകളുമായി പ്രശ്നമുണ്ടാക്കി ഇത്തരത്തിൽ അടിപിടി കേസുകളും എല്ലാം തന്നെ 8ഓളം കേസുകളുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. റെയിൽവേയിലും ജനറൽ കമ്പാർട്ട്മെന്റിലും ഇത് തന്നെയാണ് നടന്നത്. മദ്യപിച്ച് അമിത മദ്യലഹരിയിലായിരുന്ന ഇയാൾ അതിലെ സ്ത്രീ യാത്രക്കാരോട് വളരെ മോശമായി പെരുമാറിയ സാഹചര്യത്തിലാണ് അത് തടുക്കാൻ ദേവദാസിന് ഉൾപ്പെടെയുള്ള സഹയാത്രികർ തയ്യാറായതും ഇങ്ങനെ ഗുരുതരമായ രീതിയിൽ ദേവദാസിന് മുറിവേൽക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ഈ സംഭവം അറിഞ്ഞ് റെയിൽവേ പോലീസും RPF എല്ലാം എത്തുന്നു, ഇയാളെ പിടികൂടുന്ന ഒരു സാഹചര്യം.
ടോം എടുത്തു പറയേണ്ടത് സമീപകാലത്തായി ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ കീഴിൽ തന്നെ ഈ കേസ് ഉൾപ്പെടെ 6 കേസുകളാണ് ഇതുവരെ മദ്യപിച്ച് യാത്രക്കാരുമായി പ്രശ്നമുണ്ടാക്കുകയും അല്ലെങ്കിൽ മദ്യപിച്ച് യാത്രക്കാർക്ക് പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ഈ വലിയ തോതിൽ മദ്യപിച്ച് യാത്ര ചെയ്യുന്ന കേസുകൾ ഉണ്ടായത് എന്നാണ് പോലീസ് പറയുന്നത്. അത് വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതേ രീതിയിലുള്ള സംഭവങ്ങൾ നിരവധി സമീപകാലത്ത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും നിരവധി യുവാക്കൾ മദ്യത്തിനും മറ്റ് ലഹരിക്കും അടിമകളാകുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് കൊട്ടാരക്കരയിൽ ഒരു ഡോക്ടർ വന്ദന ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. അതും മദ്യലഹരിയിൽ ആശുപത്രിയിലെത്തിയ പോലീസിന്റെ അകമ്പടിയോടുകൂടി പോലീസിന്റെ സാന്നിധ്യത്തിൽ ആശുപത്രിയിലെത്തിയ സന്ദീപ് എന്ന മുൻ അധ്യാപകൻ ഈ മദ്യലഹരിയിലായിരുന്നു. അവിടെയും മദ്യമാണ് വില്ലനായത്. ഇവിടെയും അതായത് പ്രസാദ് ഈ ഷൊർണൂരിലേക്ക് ട്രെയിനിലേക്ക് വരുമ്പോഴും അവിടെയും വില്ലനായത് മദ്യം തന്നെയാണ്. അതായത് മദ്യലഹരിയിൽ ഈ ആളുകൾ യാത്ര ചെയ്യുമ്പോൾ മറ്റാളുകൾക്കുണ്ടാകുന്ന മറ്റ് സഹയാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അതവർ മനസ്സിലാക്കുന്നില്ല. അങ്ങനെയുള്ളൂ. അതായത് ഒരു വ്യക്തി മദ്യപിച്ചോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരിയിലോ ട്രെയിനിൽ കയറി ഇതേ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ അത് പോലീസിനെ പരാതിപ്പെടാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് യാത്രക്കാർ അത് അങ്ങനെ ചെയ്യാതിരുന്നതോ നേരിട്ട് ഈ വ്യക്തിയുമായി ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നോ അതോ ഇവർ പോലീസിനെ ഇക്കാര്യം അറിയിച്ചിരുന്നോ? ടോം, ഈ സംഭവങ്ങളെല്ലാം തന്നെ തുടങ്ങുന്നത് തൃശ്ശൂർ വിട്ടതിന് ശേഷമാണ്. തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ പ്രധാന സ്റ്റേഷൻ എന്ന് പറയുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ യാത്രക്കാരുമായി ഈ തർക്കമുണ്ടാകുന്നതും അതെല്ലാം. ഈ സംഭവത്തിന് ശേഷം ഉടൻ തന്നെ RPF-നെയും റെയിൽവേ പോലീസിനെയും എല്ലാം തന്നെ യാത്രക്കാർ വിവരം അറിയിക്കുകയും ഉടൻ തന്നെ റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായി. ഈ പ്രതി സിയാദ് എന്ന് പറയുന്ന പ്രതി ഈ സംഭവത്തിന് ശേഷം ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ഓടിയ ആളാണ്. അയാളെ പിന്നീട് പിന്തുടർന്ന് പിടികൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു കാര്യം കൂടി, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ഈ റെയിൽവേയുടെ അതോടൊപ്പം തന്നെ RPF-ന്റെയും ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അടുത്തിടെ അവർ പറഞ്ഞ ഒരു പ്രതികരണം എന്ന് പറയുന്നത്, ഒരു കഴിഞ്ഞ വർഷം മുമ്പ് തലശ്ശേരിയിൽ ഇതുപോലെ അമിതമായി മദ്യപിച്ച് നമ്മളെല്ലാം ഓർക്കുന്നുണ്ടാവും, റെയിൽവേ കമ്പാർട്ട്മെന്റിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിൽ സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുകയും ചെയ്തു. ആ പ്രതിയെ പിന്നീട് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഈ പ്രതിക്ക് അനുകൂലമായി വലിയ തോതിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വരുന്നു. ഈ പ്രതിയെ എങ്ങനെയാണ് ഇത്തരത്തിൽ പിടികൂടുന്നത്, മദ്യപിച്ചു എന്നതിന്റെ പേരിൽ ഇങ്ങനെ ബലം പ്രയോഗിക്കാൻ പാടുണ്ടോ എന്നുള്ള രീതിയിലെല്ലാം വലിയ ക്യാമ്പയിൻ വരികയും അങ്ങനെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് മാറ്റുന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പോൾ അവർ പറയുന്നത് വലിയ തോതിൽ ഒരു പരാതി വന്നാൽ മാത്രമേ ഇപ്പോൾ നടപടിയെടുക്കുള്ളൂ. സ്വമേധയാ ഇത്തരത്തിലുള്ള അമിതമായി മദ്യപിച്ച് വണ്ടിയിൽ കയറുന്ന ഒരാളെ അങ്ങനെ ബലം പ്രയോഗിച്ച് മാറ്റുന്നത് പൊതുവെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ഉദ്യോഗസ്ഥൻ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ 2 വശങ്ങളുണ്ട്. ഒന്ന്, ഇത്തരത്തിൽ ഇത്തരം പ്രതികളെ, അതായത് ഈ അമിതമായി മദ്യപിച്ച് യാത്രക്കാർക്ക് പ്രശ്നമുണ്ടാക്കുകയും എല്ലാം തന്നെ ചെയ്യുന്ന ആളുകളെ പോലീസ് സ്വമേധയാ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അല്പം ബലം പ്രയോഗിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ പ്രതിക്ക് അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യം, അത് ആ ഉദ്യോഗസ്ഥന് സസ്പെൻഷനിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ടാണ് പലരും ഇതിന് സ്വമേധയാ തയ്യാറാകാത്തത്. ഇന്നലത്തെ സാഹചര്യത്തിൽ അത്തരത്തിലല്ല. ഈ സംഭവം നടന്നതിന് ശേഷമാണ് പോലീസിനെ അറിയിക്കുകയും റെയിൽവേ പോലീസിനെ അറിയിക്കുകയും പിന്നീട് അവർ അപ്പോൾ തന്നെ നടപടിയെടുക്കുകയും ഈ ഓടിപ്പോയ സിയാദിനെ വളരെ വേഗത്തിൽ തന്നെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വമേധയാ ഉള്ള ഒരു നടപടി പലപ്പോഴും കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു ധ്വനി കൂടിയാണ് ഇത്തരം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഇത്തരം കേസുകൾ സമീപകാലത്തായി വർദ്ധിച്ചു വരുന്നുണ്ട്. ഷൊർണൂർ സ്റ്റേഷനിൽ മാത്രമാണ് ഈ കേസെങ്കിൽ പാലക്കാട് ഡിവിഷനിൽ ഒരു മാസം 30ഓളം കേസുകൾ ഇത്തരത്തിൽ മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കേസുകൾ വിവിധ സ്റ്റേഷനുകളിലായി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രസാദ്, എന്തായാലും മറ്റൊരു കാര്യം അറിയേണ്ടത് ഈ ദേവദാസിന്റെ ആരോഗ്യനിലയാണ്. കുത്തേറ്റ ദേവദാസ് ഇപ്പോൾ ഏത് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്? എന്തായാലും ദേവദാസിനെ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് ട്രെയിനിൽ വെച്ച് സഹയാത്രക്കാർക്ക് സ്ത്രീകൾക്ക് നേരെ ഉൾപ്പെടെ ആക്രമണം ഉണ്ടാകുമ്പോൾ, അവർക്ക് നേരെ അസഭ്യവർഷം ഉണ്ടാകുമ്പോൾ, അവരെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ പലരും അത് കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന സാഹചര്യങ്ങളാണ് ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ദേവദാസ് ഈ വിഷയത്തിൽ ഇടപെടുന്നു. ദേവദാസ് മാത്രമാണോ ഇവിടെ ട്രെയിനിൽ വെച്ച് പ്രതികരിച്ചതോ ഒരു സംഘം ആളുകൾ ദേവദാസിനൊപ്പം മറ്റാരെങ്കിലും ഈ അക്രമിയെ ചെറുക്കാൻ വേണ്ടി രംഗത്തുണ്ടായിരുന്നു?
ടോം, ദേവദാസ് മാത്രമായിരുന്നില്ല, ദേവദാസിനൊപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. പക്ഷേ ദേവദാസ് ആയിരുന്നു ഏറ്റവും രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുകയും ഈ സ്ത്രീകളോട് മോശമായി പെരുമാറിയതിനെതിരെ തർക്കിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നത്. ഇയാൾ സിയാദ് അവിടെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അത് തടുക്കാനെല്ലാം മുന്നിൽ നിന്നത് ദേവദാസാണ്. അതുകൊണ്ടാണ് ദേവദാസിനോട് ഇത്രയും വൈരാഗ്യം തോന്നുകയും ആ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് സിഗ്നൽ കാത്ത് കിടന്നപ്പോൾ ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങി അവിടെ ട്രാക്കിന് സമീപത്തുണ്ടായിരുന്ന ഒരു ബിയർ കുപ്പിയെടുത്ത് അത് പൊട്ടിച്ച് തിരിച്ച് അതേ ട്രെയിനിലേക്ക് കയറി ഈ ദേവദാസിനെ കുത്തുകയത്. എന്തായാലും ദേവദാസിന്റെ പരിക്ക് അതീവ ഗുരുതരമല്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. വാണിയംകുളത്തായിരുന്നു അദ്ദേഹം ചികിത്സയിൽ. പക്ഷേ വളരെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് പറയാം. കാരണം അദ്ദേഹത്തിന്റെ മുഖത്ത് 3 കുത്താണ് ഏറ്റിട്ടുള്ളത്. കണ്ണിന് തൊട്ട് താഴെയായി 3 കുത്തേൽക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് അവിടെ വാണിയംകുളത്ത് ചികിത്സ തേടുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും എല്ലാം വന്നതിന് ശേഷമാണ് കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെ രാത്രിയിലാണ് ഷൊർണൂരിൽ വെച്ച് ട്രെയിനിൽ അക്രമമുണ്ടാകുന്നത്. ഗുരുവായൂർ സ്വദേശിയായ അക്രമി മറ്റ് യാത്രക്കാരോട്, സ്ത്രീ യാത്രക്കാരോട് മോശമായി പെരുമാറുന്നു. അയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇതേ തുടർന്ന് ട്രെയിനിലുണ്ടായിരുന്ന ദേവദാസ്, മലപ്പുറം സ്വദേശിയായ ദേവദാസും സുഹൃത്തുക്കളും ചേർന്ന് ഇയാളെ ചോദ്യം ചെയ്തു. ഇതേ തുടർന്നാണ് ഈ രീതിയിൽ അക്രമ സംഭവം, അതായത് ദേവദാസിന് കുത്തേറ്റ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്തായാലും ഒരു കാര്യം ഓർക്കുക, പലപ്പോഴും നമ്മുടെ കേരളത്തിൽ സമീപകാലത്തുണ്ടാകുന്ന പല സംഭവങ്ങളും പരിശോധിച്ചാൽ അതിന് പിന്നിൽ ഒന്നില്ലെങ്കിൽ ഈ അക്രമികൾ മദ്യലഹരിയിലാകാം, അതല്ലെങ്കിൽ ലഹരി ഉപയോഗത്താൽ ലഹരിക്ക് അടിമപ്പെട്ടവരായിരിക്കാം ഈ രീതിയിൽ അക്രമങ്ങൾ പലയിടങ്ങളിലും വരുത്തിവെക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം. അതായത് ഈ രീതിയിൽ പോലീസ് തന്നെ പറയുന്നുണ്ട്, ഒരു സ്വമേധയാ പോലീസിന് കേസെടുക്കാൻ കഴിയില്ല. ഒരാൾ മദ്യപിച്ച് യാത്ര ചെയ്തതിന്റെ പേരിൽ കേസെടുക്കാൻ കഴിയില്ല. പക്ഷേ പോലീസിനോട് പരാതിപ്പെട്ടാൽ പോലീസ് കർശനമായ നടപടി സ്വീകരിക്കും. പക്ഷേ അവിടെയും ഈ അക്രമികൾക്ക് വേണ്ടി വാദമുയർത്താൻ, ശബ്ദമുയർത്താൻ ഒരുപക്ഷെ ചിലർ വരാം. കഴിഞ്ഞ ദിവസം ഏതാനും നാളുകൾക്ക് മുൻപ് തലശ്ശേരിയിലുണ്ടായ സംഭവം പ്രസാദ് ചൂണ്ടിക്കാണിച്ചു. അന്ന് പോലീസ് മദ്യലഹരിയിലായിരുന്ന യാത്രക്കാരനെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം പോലീസിനെതിരെ വലിയ വിമർശനമുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം, പോലീസ് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ നടപടികൾ സ്വീകരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറന്നുകൂടാ. കാരണം നാട്ടില് അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിന് പഴി കേൾക്കാം. ആ അക്രമങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അവർക്ക് അനുകൂലമായ, അവർക്ക് ഒരു പിന്തുണ നൽകേണ്ടതാണ് നാം ചെയ്യേണ്ടത്. കാരണം പലയിടങ്ങളിൽ നിന്നും കൊല്ലം കൊട്ടാരക്കരയിലെ കഴിഞ്ഞ ദിവസം ഡോക്ടർ വന്ദനയെ ക്രൂരമായി കൊല ചെയ്യപ്പെടുത്തും. അതിന് കാരണവും മദ്യലഹരിയിലായിരുന്നു, അതായത് പ്രതി സന്ദീപ് മദ്യലഹരിയിലായിരുന്നു എന്നതാണ്. ലഹരിക്ക് അടിമപ്പെട്ട ഇത്തരം വ്യക്തികൾ സമൂഹത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ ലഹരിക്കെതിരെയും ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടിയാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും വേണ്ടത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. നേതൃത്വ പ്രശ്നം കൂടുതൽ രൂക്ഷമാകും എന്നാണ് കരുതേണ്ടത്. DK ശിവകുമാർ പക്ഷവും അതുപോലെ ഈ സിദ്ധരാമയ്യയും തമ്മിലുള്ള തർക്കം നേരത്തെ തന്നെ കോൺഗ്രസിനകത്ത് ചർച്ചയായ വിഷയമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ഇരുവരും ഒന്നിച്ചു, ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം മുതൽ ആ അടിപിടി വീണ്ടും രോഹിണി, ഒരു ഫോർമുല തയ്യാറായിട്ടുണ്ട് എന്നുള്ള സൂചനകളാണല്ലോ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. അതായത് ആദ്യ 2 വർഷം അല്ലെങ്കിൽ 2.5 വർഷം സിദ്ധരാമയ്യയും പിന്നീട് DK ശിവകുമാറും. പക്ഷേ DK ശിവകുമാർ ഇതിന് വഴങ്ങുമോ എന്നുള്ളത്, സിദ്ധരാമയ്യെ പൂർണ്ണമായി തഴഞ്ഞ് ശിവകുമാറിനെ മുഴുവൻ സമയ മുഖ്യമന്ത്രിയായി തുടക്കത്തിൽ തന്നെ അവരോധിച്ചാൽ അത് പാർട്ടിയിലും ജനങ്ങളിലും ഉണ്ടാക്കുന്ന ഒരു പ്രതികരണം, റിയാക്ഷൻ എന്താവും? എന്താണ് രോഹിണി അറിയുന്ന വിവരങ്ങൾ? ഞാനിപ്പോ കോൺഗ്രസിന്റെ ഗ്രൂപ്പിൽ സംസാരിച്ചപ്പോ പറഞ്ഞത് ഒരു 50-50 ഫോർമുല ആണ് ഹൈക്കമാൻഡും സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് സിമ്പിൾ റീസൺ, കാരണം ലോക്സഭ ഇലക്ഷൻ 2024 ലോക്സഭ ഇലക്ഷൻസ് ആണ്. ഈ 5 പ്രോമിസസ് കോൺഗ്രസ് പറഞ്ഞപ്പോ 5 പ്രോമിസസ് ദേ ഹാവ് മേഡ്, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ദേ ഹാവ് ടു ഇംപ്ലിമെന്റ് ഇറ്റ്. ബിക്കോസ് the BJP attacked the Congress saying that they gave these promises but did not show that in Himachal Pradesh or in other states that they won. So adina vendi or administrator immediate vendi varum. Appo ada 50, appo Siddharamaiah he is the most capable, but the contribution of DK Shivkumar cannot be this thing at this point of time. So adana DK Shivkumar balance cheyan deputy chief minister alla chief minister aite
30 months Siddharamayam, 30 months DK Shivakumarin's formula ആണ് ഇപ്പോൾ സജസ്റ്റ് ചെയ്തിരിക്കാം, because that is the only peaceful way things can work out. If you give the decision to the legislators, MLAs ന്റെ കയ്യിലെ decision കൊടുത്തെങ്കിൽ അവര് സിദ്ധരാമയ്യന്റെ ഫേവറിൽ വോട്ട് ചെയ്യും. But if it is given in the high command hands, അത് സോണിയ ഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആൻഡ് ഖർഗെ, they are more favorable to ശിവകുമാർ. ഒരു ബാലൻസ് വേണമെങ്കിൽ അത് രണ്ടുപേരും 50-50 ആയിട്ട് കൊടുക്കാനാണ് ഒരു പ്ലാൻ. മാത്രമല്ല, if Siddaramaiah is not given the post and DK Shivakumar is given the post, there will be a revolt within the Congress. Factionalism varum, Congress split varan chance unda, because DK Shivakumar is a loyal Congress worker. Angere shift cheyila, he will not break. But Siddaramaiah has come from the Janata Parivar. Chances ഉണ്ട് to show that he is more powerful, അത് സ്പ്ലിറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അത് ഈ സമയത്തിൽ കോൺഗ്രസിന് ആ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റില്ല. they can't take that risk. അതിനുവേണ്ടി ഈ കോമ്പിനേഷൻ ഓഫ് 50-50 ഇതുവരെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിദ്ധരാമയ്യ ഇപ്പോൾ ഡൽഹി ഈസ് ഓൺ ഹിസ് വേ ടു ഡൽഹി, ബട്ട് DK Shivakumar ബാംഗ്ലൂരിലാണ്. എൻഡ് ഓഫ് ദ ഡേ, I think the formula that best suits right now for the Congress is to balance it out between both the leaders as they go to the 2024 elections, hoping that the Congress will do better. Because they only have 2 MPs right now. They want to better it to 10 when they go to elections. Right. Rohini, Ragesh, കൊള്ളാം 50-50 ഫോർമുല ആർക്കും പരാതിയില്ലാതെ പരിഹരിച്ചു എന്ന് പറയാം. ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. DK Shivakumar ലോയൽ, ഒരിക്കലും ഹൈക്കമാൻഡ് പറയുന്നതിന് അപ്പുറത്തേക്ക്, അത് ഹൈക്കമാൻഡ് AICC പ്രസിഡന്റ് മാറിയാലും ഗാന്ധി കുടുംബത്തോടുള്ള അചഞ്ചലമായ കൂറ്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ സ്വാഗതം. ഇനി പരിശോധിക്കുന്ന വിഷയം മലപ്പുറത്തെ ആൾക്കൂട്ട കൊലപാതകമാണ്. മലപ്പുറം കൊണ്ടോട്ടിയിൽ കഴിഞ്ഞ ദിവസമാണ് ബീഹാർ സ്വദേശിയായ രാജേഷ് മാഞ്ചി എന്ന യുവാവിനെ ആൾക്കൂട്ടം മോഷ്ടക്കുറ്റം ആരോപിച്ച് ക്രൂരമായി കൊല ചെയ്തത്. 2 മണിക്കൂറോളം കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ച് കൊല ചെയ്യുകയായിരുന്നു. ഇന്ന് പ്രതികളുമായി പോലീസ് സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, പ്രതികൾ പറയുന്നത് മോഷ്ടക്കുറ്റം ആരോപിച്ചാണ് കൊല ചെയ്തതെന്നാണ്. പക്ഷെ അതിനെ ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയില്ല. ഇതിനു മുൻപ് അട്ടപ്പാടിയിലെ മധു ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു വിങ്ങുന്ന ഓർമ്മയാണ്. ഈ രാജേഷ് മാഞ്ചി ഒരു ഇതര സംസ്ഥാനക്കാരനാകാം, നമ്മളതിനെ അതിഥി തൊഴിലാളി എന്ന്, അതായത് അതിഥി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു അതിഥിക്ക് കൊടുക്കേണ്ട യാതൊരു മര്യാദയും ഇവിടെ രാജേഷ് മാഞ്ചിക്ക് ഉണ്ടായില്ല. എങ്ങനെയാണ് രാജേഷ് മാഞ്ചിയെ അക്രമികൾ ക്രൂരമായി കൊല ചെയ്തത്? അതിന്റെ കാരണം, അതായത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്തെന്നാണ് പോലീസും അതോടൊപ്പം പ്രതികളുടെ മൊഴികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്? ടോം, വെള്ളിയാഴ്ച രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവം നടക്കുന്നത്. വെള്ളിയാഴ്ച രാത്രി 12 മണിയോടെ ഈ പ്രദേശത്ത്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് കീഴിശ്ശേരി തവനൂർ 1-ാം മൈലിലാണ്. ഇവിടെ വെച്ചാണ് കൊലപാതകം നടന്നത്. ഈ അലവി എന്ന ഒരാളുടെ വീടിന്റെ ടെറസിന് മുകളിൽ ഇയാളെ കണ്ടുവെന്നും ഇയാൾ മോഷ്ടിക്കാൻ കയറിയതാണെന്നുമാണ് പ്രതികൾ പറയുന്നത്. തുടർന്ന് അയാൾ താഴേക്ക് വീണ അയാളെ ഈ വീട്ടിലെ 3 സഹോദരങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം. ആ മർദ്ദനത്തിനൊടുവിൽ അയാളുടെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. മൃതപ്രായനായ അയാളെ 50 മീറ്ററോളം ദൂരം വലിച്ചഴച്ച് കൊണ്ടുവന്ന് റോഡിന്റെ അരികിലുള്ള കടയിലിന്റെ മുമ്പിൽ കിടത്തി. 2 മണിക്കൂറിലധികം സമയം ഈ മർദ്ദനം നീണ്ടു നിന്നിരുന്നു. ഇയാളെ പൈപ്പിന്റെ കഷ്ണം, അതുപോലെ തന്നെ മരക്കൊമ്പ്, ടൈല്, വിറകുകൊള്ളി തുടങ്ങി വിവിധ വസ്തുക്കൾ ഉപയോഗിച്ച് 2 മണിക്കൂറിലധികം സമയം അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ സമയം കൊണ്ട് തന്നെ ഇയാളെ ജീവനെടുക്കാൻ പ്രാപ്തമാവുന്ന തരത്തിലുള്ളതായിരുന്നു. കഴുത്തു മുതൽ അരവരെ, ഇടുപ്പ് വരെ ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിലായിട്ട് ശരീരം ചതഞ്ഞരഞ്ഞ നിലയിലായിരുന്നു. മുറിവ് കട്ട പിടിച്ച അവസ്ഥയിലായിരുന്നു. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരാന്തരിക അവയവങ്ങൾ കൂടി പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ പരിക്കുകളാണ് ഇയാളുടെ ജീവനെടുത്തതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്.
ഈ സംഭവം ഉണ്ടായപ്പോൾ 2.5 മണിക്കൂറിന് ശേഷമാണ് ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ ഈ വിവരം അറിയുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തത്. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ കാണുന്നത് അതീവ അവശനിലയിലുള്ള രാജേഷ് മാഞ്ചിയാണ്. ആംബുലൻസ് വന്നപ്പോൾ വിളിച്ചു വരുത്തി ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഇയാളുടെ ജീവൻ നഷ്ടമായി എന്നാണ് പോലീസ് പറയുന്നത്. അതായത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ 2 മണിക്കൂറിലധികം സമയം നീണ്ടുനിന്ന അതിക്രൂര മർദ്ദനങ്ങൾക്കൊടുവിൽ ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രാജേഷ് മാഞ്ചി മരിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത്. അതിനുശേഷം ഇയാളുടെ മൃതദേഹം സുഹൃത്തുക്കൾക്ക് വിട്ടുകൊടുത്തു. കോഴിക്കോട് തന്നെ ഇയാളുടെ മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ എല്ലാ പ്രതികളെയും, അതായത് കേസിൽ നേരിട്ട് ബന്ധമുള്ള എല്ലാവരെയും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വീട്ടിലെ തന്നെ 3 പേർ, ഈ അലവിയുടെ 3 മക്കൾ, അതുപോലെ സുഹൃത്തുക്കളായിട്ടുള്ളവർ, അങ്ങനെ 8 പേരും. അതേപോലെ തന്നെ ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടത്തിയ സൈനുൽ ആബിദീൻ, ഇയാളാണ് ഈ ഒരു കേസിലെ തെളിവ് നശിപ്പിക്കാൻ വേണ്ട പ്രവർത്തികൾ ചെയ്തത്. ഈ പ്രദേശത്ത് ഈ വീട്ടിൽ നിന്നും രാജേഷ് മാഞ്ചിയെ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് ഒരു റോഡരികിലുള്ള ഒരു കടയുടെ മുമ്പിലാണ് കിടത്തിയിരുന്നത്. അപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന ഒരു CCTV, ആ CCTV നശിപ്പിക്കുവാൻ, ദൃശ്യങ്ങൾ ടാമ്പർ ചെയ്യാൻ, നശിപ്പിക്കുവാൻ സൈനുൽ ആബിദീൻ ശ്രമിച്ചിരുന്നു. ഒപ്പം തന്നെ രാജേഷ് മാഞ്ചിയുടെ ടീഷർട്ട്, ഈ രക്തം പുരണ്ട ടീഷർട്ട് നശിപ്പിക്കുവാനും ഇയാൾ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇന്ന് തെളിവെടുപ്പ് നടത്തിയത് സൈനുൽ ആബിദിന്റേതാണ്. അതായത് ഈ കേസിലെ പ്രധാന തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റമാണ് അയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. മറ്റ് 8 പേർ ഈ കേസിൽ നേരിട്ട് ബന്ധമുള്ള, അതായത് ഇയാളെ കൊലപ്പെടുത്തിയ സംഘം ചേർന്ന് ഇയാളെ കൈകൾ കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ച് ഇയാളെ കൊലപ്പെടുത്തിയ 8 പേരെയും ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തി. അവരെ തെളിവെടുപ്പ് പൂർത്തിയാക്കി അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ പോലീസിന് മുൻപിൽ പ്രതികളെല്ലാം തന്നെ പിടിയിലായിട്ടുണ്ട്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾ നൽകുന്ന ഒരു മൊഴി, ഈ കേസിൽ ഇയാളെ പിടികൂടിയത് മോഷ്ടിക്കാൻ വന്ന് വീടിന് മുകളിൽ നിന്ന് താഴേക്ക് വീണപ്പോഴാണ് എന്നുള്ളതാണ്. ആ ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രാജേഷ് മാഞ്ചിയുടെ ശരീരത്തിൽ മുകളിൽ നിന്ന് താഴേക്ക് വീണപ്പോൾ ഏതെങ്കിലും തരത്തിൽ മുറിവുണ്ടായിട്ടുണ്ടോ, അയാളുടെ ശരീരത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും പാടുകളോ അടയാളങ്ങളോ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന വിവരം അറിയുവാൻ ഫോറൻസിക് സർജന്റെ അല്ലെങ്കിൽ ഇയാളെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഉദ്യോഗസ്ഥന്റെ ഡോക്ടറുടെ സേവനം പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിദഗ്ധരും ഇവിടെ എത്തി ഈ വീടും പരിസരവും ഇയാൾ രാജേഷ് മാഞ്ചി മുകളിൽ നിന്ന് വീണിട്ടുണ്ടോ, വീണെങ്കിൽ തന്നെ ഈ അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായ മുറിവുകൾ ഏതെങ്കിലും തരത്തിൽ അതിനെ ഈ പറയുന്ന മോഷ്ടിക്കാൻ വന്നു എന്ന മൊഴിയെ സാധൂകരിക്കുന്നതാണോ എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കാൻ സാധിക്കും. അത്തരത്തിൽ പഴുതടച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിലവിൽ കേസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളും അറസ്റ്റിലായി കഴിഞ്ഞു. ഇനി വേണ്ടത് മറ്റ് തെളിവുകളുടെ ശേഖരണമാണ്. അതിന് ഫോറൻസിക് വിദഗ്ധരുടെ സഹായം കൂടി പോലീസ് തേടുന്നുണ്ട്. ആ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ടോം. അനുമതി നേരത്തെ സൂചിപ്പിച്ചു, ഈ പ്രതികൾ പറയുന്നത് ഇത് മോഷ്ടിക്കാൻ വന്നു, അതായത് ഒരു മോഷണ കുറ്റം ആരോപിച്ചാണ് ഈ രാജേഷ് മാഞ്ചിയെ ഇതുപോലെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതെന്ന്. മോഷ്ടിക്കാൻ വന്നതാണെങ്കിൽ പോലും നിയമം കയ്യിലെടുക്കാൻ ആരാണ് ഇവർക്ക് അധികാരം നൽകിയത്? നമ്മൾ ഇതിനു മുൻപ് ഇതുപോലുള്ള പല കേസുകളും കേട്ടിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്ര കർശനമായ നിയമം, കർശനമായ വകുപ്പുകൾ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയാലും ഇതുപോലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന സംഭവങ്ങളാണ് വീണ്ടും ഉണ്ടാകുന്നത്. ഇത് പ്രതികൾ ഈ വ്യക്തി, അതായത് ഈ അതിഥി തൊഴിലാളിയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണോ പോലീസിന് ഈ കേസിന്റെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്? നിലവിൽ പിടിയിലായവർ മാത്രമാണോ കേസിലെ പ്രതികൾ? ഇയാളെ ഈ ക്രൂരമായി സംഘം ചേർന്ന് മർദ്ദിച്ച സമയത്ത് സമീപത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവർക്കെതിരെ, അതായത് ഇത് നോക്കി നിന്ന ആളുകളുടെ ഭാഗത്തു നിന്നും പോലീസ് മൊഴികൾ എടുത്തിട്ടുണ്ടോ? അവർക്കെതിരെ, അതായത് ഇവർക്ക് ഈ അറസ്റ്റിലായവർ കൂടാതെ മറ്റാർക്കെങ്കിലും എതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ടോ? അനുമോദ്. ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഒരുപാട് പേർ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് നടത്തുന്ന അന്വേഷണം പ്രധാനമായിട്ടും ആദ്യം പോലീസ് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു. ഈ കേസിൽ പിടിയിലായ ആളുകളുടെ മൊബൈൽ ഫോൺ അവർ പരിശോധിച്ചിരുന്നു. അവിടെ വന്നെത്തിയ ആളുകളുടെ മുഴുവൻ ദൃശ്യങ്ങളും ആ മൊബൈൽ ഫോണിലുണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. അതായത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളവരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്.
ആ മൊബൈൽ ഫോണുകളിൽ പകർത്തിയ ദൃശ്യങ്ങൾ പ്രകാരമാണ്. അതോടൊപ്പം തന്നെ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങളാണ് ഈ പോലീസിന്റെ ഇപ്പോഴത്തെ അറസ്റ്റിന് പിൻബലമായിട്ടുള്ളത്. കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നിരുന്നു. അവരെല്ലാം തന്നെ 20ഓളം പേരെ പോലീസ് ഇതിനോടകം ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറെ പേരെ കൂടി സാക്ഷികളായിട്ട് ഇതിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. നിലവിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകില്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളവരെല്ലാം തന്നെ ഈ കേസിൽ നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തവരാണ് എന്ന് പോലീസ് വിശദീകരിക്കുന്നുണ്ട്. അത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഓരോരുത്തരും മർദ്ദിക്കുന്നതിന്റെ ഈ 8 പേരും ഈ ഒരു കുറ്റകൃത്യത്തിൽ ഇടപെടുന്നതിന്റെ, ഇയാളെ അടിച്ചു കൊല്ലുന്നതിന്റെ അല്ലെങ്കിൽ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇവരിൽ പലരുടെയും കയ്യിലുണ്ടായിരുന്ന മൊബൈലുകളിൽ പകർത്തിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളാണ് പോലീസിന് ഏറ്റവും കൂടുതൽ ഈ കേസിൽ ഇപ്പോൾ ആശ്രയമായിട്ടുള്ളത്, അല്ലെങ്കിൽ പോലീസ് ഇപ്പോൾ പ്രധാന തെളിവായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയാണ്. ഈ കേസിൽ ആർക്കൊക്കെ ആണ് പങ്കുള്ളത്, ഈ നിലവിൽ അറസ്റ്റിലായവർ മാത്രമാണ് കേസിലെ പ്രതികൾ തുടങ്ങിയ കാര്യങ്ങൾ ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തില് നിരവധി അതിഥി തൊഴിലാളികൾ അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി കേരളത്തിലെത്തി ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ പക്ഷെ കൃത്യമായ കണക്കുകൾ ഇപ്പോഴും പോലീസിന്റെ കൈവശമില്ല, നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ കൈവശമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ കണക്ക് അവരുടെ മറ്റു പശ്ചാത്തലങ്ങൾ, ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ, ഈ രാജേഷ് മാഞ്ചിയുടെ പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ എന്തായാലും ഈ രീതിയിൽ രാജേഷ് മാഞ്ചി ഒരു മോഷണത്തിന് വേണ്ടി എത്തിയതാണെങ്കിൽ പോലും അയാളെ ഇതേപോലെ നിയമം കയ്യിലെടുത്ത് മർദ്ദിക്കേണ്ടത് സാധാരണ ജനങ്ങളല്ല. അങ്ങനെയെങ്കിൽ ഈ മോഷ്ടിക്കാൻ എത്തിയതായിരുന്നുവെങ്കിൽ നാട്ടുകാർക്ക് അയാളെ പിടിച്ച് പോലീസിനെ കൈമാറാമായിരുന്നു. പോലീസാണ് നിയമം കയ്യിലെടുക്കേണ്ടത്. ഒരു കാരണവശാലും ഇതേ രീതിയിൽ നിയമം കയ്യിലെടുത്താൽ ശക്തമായ നടപടി തന്നെ ഉണ്ടാകുമെന്ന കാര്യം മറക്കരുത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.